ബുള്ളറ്റ് വர்ற சத்தம் കേട്ടിട്ടും കതക് തുറക്കാമ ഇരിക്കണം പാ. തങ്കച്ചി തങ്കച്ചി മണ്ടോദരി തങ്കച്ചി அண்ணே கம்முனுறா. நீ அண்ணின்னு கூப்பிடுறது பார்த்தா பிச்சைக்கு வந்த மாதிரி இருக்குது. வட்டிக்கு கொடுத்த காசு வாங்குறதுக்கு வந்திருக்கேன். ஏம்மா கீழே பார்த்துட்டு இருக்கிற மூஞ்சல பாரு. ஆமா சதாசிவம் இறந்த டைம்ல நான் இங்க வந்திருந்தோம். அந்த திறக்கு காரணம் எனக்கு தங்கச்சியை பார்க்க முடியல. சதாசிவம் மரிச்சப்ப கூட வந்திருந்தோம். புரிஞ்சுதா? நான் ஏன் வந்தது தெரியுமில்ல. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇപ്പൊ കാര്യങ്ങൾ എങ്ങനെ എന്തായി? 41ാമത്തെ ദിവസം അസ്ഥി കൊണ്ടുപോയി ഒഴുക്കണം. ഈ 41 അസ്ഥി കൊണ്ടേ ഒഴുക്കണതും ചടങ്ങ് നടത്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. സദാശിവം എന്റെ കയ്യിൽ നിന്ന് വട്ടിക്ക് പൈസ മേടിച്ചില്ലേ, അതെന്തായിന്ന്? കുറെ നാളായില്ലേ. പലിശ 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 ഏറി വലിയ കാസായിപ്പോ. இந்த புல்லட்ல தான் நான் வர்றது. அதுல எண்ணெய் அடிச்ச காசு இப்ப எത്രയായിട്ട് தெரியும்? ഇനി ടൈം തരാൻ முடியாது. എത്രയും പെട്ടെന്ന് കാശ് എനിക്ക് വേണം. കുറച്ചുകൂടി സാവകാശം വേണം. മരിച്ചുപോയ നിന്റെ സദാശിവനില്ലേ, അവന് ATM ഉണ്ടായിരുന്നോ? ATM കാർഡ് ഉണ്ട്. പക്ഷെ അതിട്ട പൈസ കിട്ടൂലല്ലോ, അക്കൗണ്ടിൽ പൈസ ഇല്ല. സദാശിവന്റെ ബാങ്കിലെ അക്കൗണ്ടിലെ പൈസ ഇല്ലാന്ന് എനിക്കറിയും. അങ്ങനെ അവന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്റെ വട്ടിക്ക് പൈസ മേടിക്കില്ലല്ലോ. ഇത് അതൊന്നും വേണ്ട, അല്ലാതെ വഴിയിരിക്ക്. സദാശിവൻ എങ്ങനെയാണ് മരിച്ചത്? രാവിലെ ചക്കയിടാൻ കയറി വീണു പോയത്. തെരിയും എല്ലാം എനിക്ക് തെരിയും. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ആക്സിഡന്റിലല്ലേ മരിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. ആക്സിഡന്റിൽ മരിച്ച ആൾക്ക് ATM കാർഡ് ഉണ്ടെങ്കിൽ അത് ATM കാർഡിന് 2 ലക്ഷം ഉറുപ്പിക ഇൻഷൂർ കിട്ടും. മനസ്സിലായ? ATM കാർഡ് ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ കിട്ടുമെന്ന്. അതിന് ബാങ്കിലെ പൈസ ഒന്നും വേണ്ട, ATM കാർഡ് മാത്രം മതി. അല്ല, അതിന് അങ്ങേര് ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ല. തങ്കച്ചി ഇൻഷുറൻസ് എടുക്ക വേണ്ട. ATM കാർഡ് ഇരുന്നാ 2 ലക്ഷം ഉറുപ്പിക ഇൻഷൂർ കിട്ടും. നമ്മുടെ വളവിലെ ഒരു മാധവനായിരില്ലേ, അവർ ബൈക്ക് ഇടിച്ചതാണ് മരിച്ചത്. അവരുടെ ബാങ്കിലെ അക്കൗണ്ട് ഒന്നുമില്ല, പക്ഷെ അവരുടെ ATM കാർഡ് ഉണ്ടായിരുന്നു. அந்த ATM കാർഡ് കൊണ്ടേ കൊടുത്തപ്പോ 2 ലക്ഷം ഉറുപ്പിക ഇൻഷൂർ കിട്ടി. 2 ലക്ഷം കിട്ടും. അപ്പൊ ഞാൻ ഈ ATM കാർഡ് കൊണ്ടു ചെന്ന് ബാങ്കിൽ പറഞ്ഞാ മതിയാ അങ്ങനെ പ്ലാവിന്ന് വീണ് മരിച്ചു പോയെന്ന്? അത് അങ്ങനെ ചെന്ന് പറയല്ല. നമ്മൾ അവിടെ ചെന്നിട്ട് പറയണം, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആക്സിഡന്റിൽ മരിച്ചു, ഹസ്ബൻഡിന് ATM കാർഡ് ഉണ്ട്, അതിൽ ഇൻഷൂർ കിട്ടുന്നു കേട്ടു, അത് കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കണം. മനസ്സിലായ? ബാങ്കിന് അപേക്ഷയായിട്ട് പോണമെന്ന്. അപ്പൊ അവര് പറയും ഇന്ന പേപ്പറൊക്കെ വേണമെന്ന്. ആ പേപ്പറൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുത്താ 2 ലക്ഷം ഉറുപ്പിക ഇൻഷൂർ കിട്ടും. അപ്പൊ ഞാൻ പോവാ, പ്യാരിയണ്ണനെയും കൂട്ടി പോവാ. പ്യാരിയണ്ണനോ ദൊരണ്ണനോ ആരെന്നാലും കൂട്ടിയിട്ട് പോയിട്ട് இந்த കാര്യം പറയേ. 2 ലക്ഷം ഉറുപ്പിക കിട്ടിയാ എന്നെ വിളിക്കണം, എന്നിട്ട് ആ കാശ് എനിക്ക് തരണം. ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, അതാണ് എനിക്ക് വേറെ റോൾ ചെയ്യണം. കാശ് കിട്ടിയ അപ്പൊ വിളിക്കണം. കാശ് കിട്ടിയാ വിളിക്കണം. പോവാ. ஸ்டார்ட் பண்ணு. ആരടാ മുതലാളി? ഞാൻ തന്നെ മുതലാളി. നീ ഓട്ടറ വണ്ടി. போலாம். அது பண்ணிட்டுல? தம்பி பண்ணிட்டே இல்லடா. 3 மாசமா நீ வட்டி தரல, முதல்ல தரல, நீ விட மாட்டேடா. வண்டி விடுறா. நீ எங்க திரும்பி போற? வண்டி திரிக்க முடியல. வண்டி போடுங்க. സാറേ എന്താ?
അതേ ആ. അളിയൻ പ്ലാവേന്ന് വീണ് മരിച്ചായിരുന്നേ. പ്ലാവേന്നോ? പ്ലാവേന്ന് വീണ് മരിച്ചു. അതിന് ഞാനെന്ത് വേണം? അല്ല സാറേ, ആ. ഈ ATM ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായ അളിയനെ. ആ അപ്പൊ പ്ലാവേന്ന് വീണ് കുഞ്ചോടി ഞാൻ മരിച്ചത്. അപ്പൊ അതിന്റെ പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് 2 ലക്ഷം രൂപ. ഈ ATM-ന്റെ ഇൻഷുറൻസ്. എന്താ ഒന്നുകൂടെ പറഞ്ഞു? ATM-ന്റെ ATM ആ ATM ഉണ്ട്, അതിന്റെ ഇൻഷുറൻസ് ആ അത് മേടിക്കാൻ വന്നാണ് താ. ഇൻഷുറൻസ് ഇവിടെ അതിന് പൈസ കൊടുക്കാറില്ല, അതിന് ആ കൗണ്ടറിൽ പോണ എന്റെ പെങ്ങളെ. അവിടെയാണോ? ആ ഇത് ഇവിടുത്തെ സീനിയർ മോസ്റ്റ് എംപ്ലോയിയാ. അത് ശരി. അവിടെ ചോദിക്കണം. ഇതിപ്പോ ഇതുപോലത്തെ ഒരെണ്ണം കൂടി തന്നാ ഇതിനകത്ത് കൈയിടരുത്. നിങ്ങൾ ഇൻഷുറൻസ് വാങ്ങിക്കാനാണെങ്കിൽ അവിടെ പോയാൽ മതി. അപ്പൊ അവിടെ നിന്ന് ചെക്ക് മേടിച്ചിട്ട് ഇവിടെ തരണോ അല്ലേ? വേണ്ട, അവിടെ എല്ലാം പറയും. ശരി പെങ്ങളെ, ഞാൻ ഇതൊന്ന് എണ്ണി തീർത്തോട്ടെ. അവിടെയാണല്ലേ? ഹരി, പുതിയ അക്കൗണ്ടുകാർക്കെല്ലാം സാർ അതെല്ലാം അയച്ചിട്ടുണ്ട്. ഒരു 2 പേരുടെ പെൻഡിങ് ഉണ്ട്. അല്ല എല്ലാ പേപ്പറും കിട്ടിട്ട് കൊടുത്താൽ മതി. ആ ഓക്കെ ഓക്കെ. സാറേ, എന്റെ കെട്ടിയോൻ മരിച്ചു, അതിന്റെ പൈസ മേടിക്കാൻ വന്നു. കെട്ടിയന്മാര് മരിക്കുന്നവർക്കെല്ലാം ബാങ്ക് പൈസ കൊടുക്കാൻ നിന്നാ പിന്നെ ബാങ്ക് പിടിച്ചു പോകും കേട്ടോ. അല്ല അങ്ങനെയല്ല, പിന്നെ ചേട്ടന് ഇവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, ATM കാർഡൊക്കെ ഉണ്ട്. അല്ല ഈ മരണം എങ്ങനെ മരിച്ചേ? പ്ലാവിന്ന് വീണു. അയ്യോ, വീഴാൻ കാരണം? അതെ, മുറ്റത്തൊരു ഭരിക്കപ്ലാവ് ഉണ്ട്. അതുമ്മ ചക്ക 3-4 എണ്ണം ഉണ്ടായിട്ട് പഴുത്ത് നിൽക്കുകയായിരുന്നു. തേൻ വരിക്കയാണോ? തേൻ ഭരിക്ക. അയ്യോ, തേൻ വരിക്ക എത്ര നാളായി കിട്ടിട്ട് അറിയോ? ചക്ക നല്ലതാണ്, പ്രത്യേകിച്ച് ഷുഗറുകാർക്ക് കേട്ടാ. ഹരി, മുടി വളരാനൊക്കെ ചക്ക നല്ലതാണ്. വേണ്ട, ഈ ചക്ക പുഴുക്കുണ്ടല്ലോ, ചക്ക പുഴുകിയത്, ചക്ക പായസം, അതൊക്കെ വെച്ചാട്ടല്ലോ എന്ത് ടേസ്റ്റ്. ഒരു ചക്ക കൊണ്ടുവരുമോ? ചക്ക ഞാൻ പറയട്ടെ. ഈ ചക്ക ഇല്ലാന്ന് പറയാനാണെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി. ചക്ക അങ്ങനെ ചക്ക. അപ്പൊ ഈ ചക്ക പഴുത്ത് കിടക്കുമ്പോഴേ അണ്ണാൻ വന്ന് കൊത്തി. ആ അണ്ണാനെ ഓടിക്കാൻ വേണ്ടി എന്റെ ചേട്ടൻ പ്ലാവിൽ കയറിയതാണ്. ചേട്ടൻ പ്ലാവിലെത്തിയപ്പോഴേക്കും അണ്ണാന്റെ പാട്ടിന് പോയി. പുള്ളി ചവിട്ടിയ കൊമ്പ് ഒടിഞ്ഞിട്ട് കുഞ്ചിയും കുത്തി വീണ് പെടലി ഒടിഞ്ഞാ ചത്തത്. എന്തൊരു ദുഷ്ടനാണ് നിങ്ങളെ ഭർത്താവ്. ഒരു മിണ്ടാപ്രാണി, അതിന് വിശന്നപ്പോ അത് 2 ചക്ക തിന്നാൻ കയറിയപ്പോ അതിന് പോലും സമ്മതിക്കില്ല. ഇത് അണ്ണാശാപമാണ് കേട്ടോ, അണ്ണാശാപം. അങ്ങനെ വീണതാണത്, അല്ലാതെ ഞാൻ പറയുള്ളൂ. സാറേ, ആ ശാപത്തിന്റെ 2 ലക്ഷം രൂപ പെങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു ബാങ്കിൽ നിന്ന്. ഏത് വകുപ്പില്? ഈ ATM കാർഡിന്റെ ഇല്ലേ ഇൻഷുറൻസ്. അപ്പൊ അതാണ് അല്ലേ. ഈ ഭർത്താവിന്റെ പേരിലുള്ള സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകൾ ഉണ്ട്, പാസ്ബുക്ക് ഉണ്ട്. പാസ്ബുക്ക് ഉണ്ട്. പുള്ളി ഒരു പാചക തൊഴിലാളിയായിരുന്നു സാറേ. മരത്തിന്റെ കൊണ്ട് പാചകം ചെയ്യാൻ കയറി? ഇല്ല, നല്ല പേരുള്ള പാചകക്കാരനാണ്. ആഹാ, എന്തെങ്കിലും ഉണ്ടോ സാറേ? ഉണ്ട്. പേരും ഉണ്ട്, അഡ്രസ്സും ഉണ്ട്, അക്കൗണ്ട് നമ്പറും ഉണ്ട്. ബാക്കിയെല്ലാം ശൂന്യം. ഇതിന്നൊന്നും എടുക്കില്ല കേട്ടാ. സാർ അത് പുള്ളി കുറെ നാളായിട്ട് ഉപയോഗിക്കണില്ലല്ലോ. അത് പാസ്ബുക്ക് പൂത്തിരുന്നിട്ടപ്പോ എനിക്ക് മനസ്സിലായി. അല്ല സാറേ, ഞങ്ങള് വന്നതേ ഈ ATM കാർഡിന്റെ ഒരു ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഇൻഷുറൻസ്. അത് 2 ലക്ഷം കിട്ടുമെന്ന് അണ്ണാച്ചി പറഞ്ഞായിരുന്നു. അണ്ണാച്ചി ഏത് ബാങ്കിലെ? ബാങ്കിലല്ല, ചൊവ്വാഴ്ചക്കാരനെ വീട്ടില് പലിശക്ക്. ഇത് കിട്ടിയിട്ട് വേണം അയാൾക്ക് കൊടുക്കാൻ. അത് ഇൻഷുറൻസ് കിട്ടും, പക്ഷെ അതിന് നിങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് തരേണ്ടി വരും. അത് തരാം സാറേ, ചക്ക കൊണ്ടുവന്ന് തരാം. ചക്ക എനിക്ക് തരണം, അത് എനിക്ക്. ഇത് ബാങ്കിന് കൊടുക്കാൻ കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് ഡോക്യുമെന്റ്സ്, പേപ്പേഴ്സ്, അത് കൊണ്ടുവരണം. അപ്പൊ അതായത് നമ്മുടെ ഈ FIR-ന്റെ കോപ്പി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പിന്നെ ഈ ആംബുലൻസ് കൊണ്ടുപോയില്ലേ, ആംബുലൻസ് ഡ്രൈവർ സൈൻ ചെയ്തൊരു വൗച്ചർ വേണം, പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം, ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നിങ്ങൾ ഭാര്യയാണ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നമ്മുടെ ATM കാർഡ് വേണം. ഇതെല്ലാം കൂടി ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് തരുമ്പോൾ ഞാനത് മാനേജർക്ക് കൊടുക്കുന്നു, മാനേജർ നിങ്ങൾക്ക് പൈസ തരുന്നു കേട്ടാ. അപ്പൊ ഇപ്പൊ ATM കാർഡ് കയ്യിലുണ്ട്, ബാക്കിയുള്ള പേപ്പറൊക്കെ ഒന്ന് സാർ കുറിച്ച്. അല്ല, ഈ അളിയൻ വേറെ ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവോ? ലോണില്ല. പ്രശ്നമാണ്, കാരണം ഇതിന്റെ അത് പിടിച്ചിട്ടേ തരുള്ളൂ. ഇല്ല, ലോണില്ല. ഇല്ല, പുള്ളിക്ക് തിരിച്ചടക്കണത് കല്യാണ്, അതുകൊണ്ട് ലോൺ എടുക്കാറില്ല. ഇല്ല അളിയൻ. അപ്പോ സംഭവങ്ങളൊക്കെ ആയിട്ട് വരിക. ശരി സാർ. മാനേജറെ കൊടുക്കുക, പൈസ വാങ്ങിക്കുക, പോവാ. സാർ അതൊന്ന് തരാം. അല്ല സാർ, അതൊന്നും കൂടി എഴുതി തന്നാലേ, അല്ലെങ്കിൽ അണ്ണൻ മറന്നു പോകും. എന്തൊക്കെ അതല്ലേ? അണ്ണ ഞാൻ എഴുതിത്തരാണ. ഇത്ര സംഭവം. ശരി സാറേ, കൊണ്ടുവരാം. ചക്ക മറക്കണ്ട. ഇല്ല, ചെക്ക് തരുമ്പോഴേക്കും ചക്ക എത്തിക്കാം. ചെക്ക് വരും, ചക്ക തരും. സാറേ ഓക്കെ ആയിട്ടുണ്ട്. അല്ലേ? എന്നിക്കോ നമുക്കുള്ളത്.
തേങ്ങ വരികയല്ല ആ അരി ആ സാറേ തേൻ വരികയാണ്. അതിന്റെ മടലുണ്ടല്ലോ, മടല്, ചക്കയുടെ മടല്, ആ മുള്ളുള്ളത്, അത് ഈ തലയിൽ ഇങ്ങനെ ഉറച്ചാൽ മുടി വളർച്ചയ്ക്ക് നല്ലതെന്ന് പറഞ്ഞു. എനിക്ക് കൊള്ളാല. ഇത് ചെയ്തു നോക്കണം കേട്ടാ. ആ ട്രൈ ചെയ്യാ, ചക്ക കിട്ടിയ ട്രൈ ചെയ്യാ. ചക്ക അതായി കൊണ്ടുവരുമ്പോൾ ഞാൻ അതിൽ നിന്ന് നിനക്ക് തരാം. ഓ സാറ് കിട്ടിക്കഴിഞ്ഞാൽ തന്നാ മതി. കൊണ്ടുവരായിരിക്കില്ല അവര്. ആ കൊണ്ടുവരട്ടെ, തരാം മടല്. ചക്ക ചോദിക്കരുത്, തരൂല. ഓ ചക്ക ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഇലക്കകത്ത് നിന്ന് ഇങ്ങനെ ചൂടോടെ അന്ന് വന്ന ആംബുലൻസ് ഡ്രൈവറെ കണ്ട അറിയാമോ? ആളെ എനിക്കറിയാന്ന്, കണ്ട എനിക്കറിയാം. ഒരു 10-200 രൂപ എന്നോട് കൂടുതൽ വാങ്ങിയതാണ്. ഞാൻ പിന്നെ ആ വ്യസനത്തിൽ പോട്ടേന്ന് വെച്ച് തർക്കിക്കാൻ നിന്നില്ല. അതേനാ ഇതാണ് ആന്ന് പറഞ്ഞ പോലെ പറഞ്ഞല്ലോ. ചേട്ടാ. ആ നമസ്കാരം. ബോഡിയാണോ അല്ല രോഗിയാണോ ഏത് ഹോസ്പിറ്റലിലേക്കാണ് ഇടുന്ന് കൊണ്ടോണ്ട്? യൂണിറ്റി KHM പറഞ്ഞോ. ഓട്ടം പോവാനല്ല. കേറിക്കോ. ഇല്ല, അതെ ഒരു സഹായം ചെയ്യണം. അയ്യോ ഒന്നുമില്ല. അന്ന് പൈസ അല്ല, അന്ന് അളിയൻ മരിച്ചപ്പ ഈ വണ്ടിയിൽ ചേട്ടനല്ല ബോഡി ഉണ്ടെന്നത് ഓർക്കണ്ട. അന്ന് കൊണ്ടുപോകുമ്പോ ബൈക്കിന്ന് വിശക്കുന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞ പെണ്ണു നിങ്ങളാ? അയ്യോ അതല്ല, അതല്ല പ്ലാവിന്റെ മുകളിൽ നിന്ന് വീണിട്ട് മരിച്ചു. ആ ഉൾക്കും ചതവായി ഞാൻ വൃത്തിയായിട്ട് കൊണ്ടുപോയിട്ടേ. ഇല്ലില്ല, അതെ കുഴപ്പമുണ്ടായിട്ടല്ല. ഇപ്പൊ ഇതിനെ എന്നോട് 900 രൂപ വാങ്ങിയിരുന്നല്ല. അപ്പൊ നിങ്ങളുടെ വണ്ടി നമ്പറും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് ഒരു വൗച്ചർ എഴുതി തരണം. ഒരു മനസാക്ഷി വേണം സുഹൃത്തെ, ഒരു മനസാക്ഷി വേണം. ഒരു 200 രൂപ അധികം മേടിച്ചിനാ കുണ്ടും കുഴിയിലെ റോഡിലാണ് ഞാൻ ബോഡി കൊണ്ടത്. ഒരു ബുദ്ധിമുട്ടാക്കിയിട്ടാ ബോഡിക്ക്. ആ ബോഡിക്ക് എന്തെങ്കിലും പറ്റീനാ ഒന്നും പറ്റിട്ടാ. ആർട്ടിയൊക്കെ എന്റെ പേരിൽ പരാതി കൊടുക്കാൻ വേണ്ടി. അയ്യോ പരാതി കൊടുക്കാനല്ല, പിന്നെ അതെ ഒരു പെങ്ങളാണ്. അപ്പൊ അളിയൻ മരിച്ചതിന്റെ പേരിൽ ATMന്റെ ഒരു ചെറിയ ഇൻഷുറൻസ് തുക കിട്ടും. അത് ഞാൻ എന്ത് ചെയ്യേണ്ടത്? അപ്പൊ ചേട്ടന്റെ വണ്ടിയിലാണ് ഈ ബോഡി കൊണ്ടുപോയെന്നുള്ളൊരു വൗച്ചർ. എന്റെ പേരിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമോ? ഒന്നുമില്ല. മരണപ്പെട്ട സദാശിവന്റെ ബോഡി ഇത്രാം തീയതി ഈ നമ്പർ വണ്ടിയിൽ എത്തിച്ചെന്നും പറഞ്ഞിട്ട് ചേട്ടന്റെ പേരും അഡ്രസ്സും ആ വാങ്ങിയ തുക എഴുതിയിട്ട് ഒരു വൗച്ചർ ഒന്ന് ഒപ്പിട്ട് തന്നു വെച്ചാൽ മതി. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തുതരാം. വൗച്ചർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടാ, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ സദാശിവന് ഇതിൽ പ്രശ്നം ഉണ്ടാവുമോ? സദാശിവൻ അളിയൻ മരിച്ചു പോയല്ല. ഓ സദാശിവൻ മരിച്ചു പോയല്ലോ, പിന്നെ നിങ്ങൾക്കും പ്രശ്നമില്ല എനക്കും പ്രശ്നമില്ല. എനക്കെന്താ പ്രശ്നം? നമുക്ക് ചെയ്തു തരാനോ? ഡിപ്പാർട്ട്മെന്റ് ഒന്നാം തരം സൂ ഉണ്ടായിരുന്നു. കള്ള നായ്ക്കള് കാട്ടിച്ചങ്ങട് പൊളിച്ച് തെരുവറ്റോളെ കൊല്ലണേന് എതിര് നിന്നൊരാളാ ഞാന്. ഒക്കേനും കൊല്ലണമെന്നപ്പൊ തോന്നുന്നു എന്റെ ആ സൂ അടിച്ചു പൊളിച്ചിട്ട്. കേട്ടാല് ഓനെ അന്നെ ഞാൻ പട്ടിക്കിട്ടുള്ളൂ. ഇപ്പൊ വെറുതെ പട്ടിയുടെ കടി ഈ കൊള്ളണ്ട, ഇന്നെ ചീത്ത ഏൽപ്പിക്കരുത് കേട്ടോ. അല്ല ഞാനിപ്പോ ഷൂ പോളിഷ് ചെയ്യുന്ന ആളാ ഞാൻ. നമസ്കാരം സാർ. നമസ്കാരം. കോയ സാർ? അതെ കോയാണ്. ആ ചവറ സ്റ്റേഷനിലെ രമേശൻ സാറ് പറഞ്ഞിട്ടാ പറഞ്ഞത്, പാരിജാതൻ. ആ ശരി. ഓ എന്തായിരുന്നു കാരണം? അത് പെങ്ങളുടെ ഹസ്ബൻഡ് പ്ലാവിന്ന് വീണ് കുഞ്ചോടിഞ്ഞ് മരിച്ചായിരുന്നേ. അപ്പൊ FIRന്റെ കോപ്പി FIRന്റെ കോപ്പി വേണം അതിന് അല്ലേ? അതിന് ആയിക്കോട്ടെ. ഇത് മരണത്തിന് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? സംശയം ഉണ്ടായിട്ടല്ല, ഈ ATMന്റെ ഇൻഷുറൻസ് പൈസ ബാങ്കിൽ നിന്ന് കിട്ടണമെങ്കിൽ അത് വേണം FIRന്റെ കോപ്പി അത് വേണ്ടി വരും. പിന്നെ അങ്ങനെ സംശയത്തിന്റെ കാര്യമില്ല സാറേ. അളിയൻ പ്ലാവയിലേക്ക് കയറണതും അവിടുന്ന് വീണ് കുഞ്ചോടിഞ്ഞ് മരിക്കണതും പെങ്ങള് കണ്ടിരിക്കുകയാണ്. അതുമെല്ലാം 4-5 ദിവസം കഴിഞ്ഞപ്പോ അയൽവക്കക്കാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ച് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും വയറ് നിറച്ച് കൊടുത്ത് ഞാലിപ്പൂവും പഴമൊക്കെ കൊടുത്ത് സന്തോഷമായിട്ടാ പിരിഞ്ഞത്. ആശയായല്ലോ, കുഴപ്പമൊന്നുമില്ല. ഒറ്റക്ക് കണ്ടു പറഞ്ഞിട്ട് അത് നന്നായി. അതിപ്പോ എന്തായാലും FIR ഇപ്പൊ തയ്യാറാക്കുമ്പോഴേ അത് എഴുതണ റൈറ്ററാണ് എഴുതണതേ. അതിന് നമ്മളൊരു അപേക്ഷ എഴുതി കൊടുത്താ പോരെ? മതി. മൂപ്പർക്ക് എഴുതുമ്പോ അതിന്റെ ഒരു ചെറിയ ഒരു പേനില്ലേ ഭാഷയുള്ള ഒരു ഇത് അതിന്റെ ഒരു ചെലവെന്തിയിലൊക്കെ വരുമല്ലോ. അത് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ സാറേ ന്യായമായിട്ട് ചെയ്യാതെ. അതാ ഞാൻ പറഞ്ഞു, അവർ 500 രൂപ വരും, 10-500 രൂപ കൊടുത്താൽ കൊടുക്കാതെ. അപ്പൊ അതങ്ങനെ ചെയ്യാ. പിന്നെ ഇപ്പൊ അത് ഒപ്പിടേണ്ട SI ഒപ്പിടണം. ഇപ്പൊ വേണമെങ്കിൽ ഇവിടെ വീട് മൂപ്പരെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും പോയിട്ടേ മൂപ്പരുടെ ഭാര്യയുടെ അടുത്ത് ഒരു 500 രൂപ കൊടുത്താൽ
അല്ല രമേശൻ സാറ് പറഞ്ഞ് അത് SI ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, കോയ സാർ അത് ക്ലിയർ ചെയ്ത് തരുമെന്നാ രമേശൻ സാറ് പറഞ്ഞത്. അല്ല ഞാൻ ക്ലിയർ അത് കുഴപ്പമൊന്നുമില്ല. എന്റെ തന്നെ തരണമെന്നില്ല എന്ന് പറഞ്ഞാണ് ഞാൻ. അങ്ങനെ വിശ്വാസക്കേടില്ല. ആയിക്കോട്ടെ. പിന്നെ ഇപ്പൊ അത് ഒരു സാറ് ഇപ്പൊ ആ പേപ്പർ അങ്ങോട്ടും കൂടെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കലും പിടിക്കലൊക്കെ ആയിട്ടൊരു 100-100 റുപ്യ ഓർക്കും ചെലവ് വരും. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതൊക്കെ നിനക്കിട്ട് കൊണ്ടുവെക്കല്ലേ. കോയ സാറേ, നമ്മള് ബാക്കി പറഞ്ഞ എല്ലാ പേപ്പേഴ്സും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇതും കൂടി ഒന്ന് കിട്ടിയാൽ നമുക്ക് ബാങ്കിൽ അത് സബ്മിറ്റ് ചെയ്യായിരുന്നു. ആയിക്കോട്ടെ. അതിപ്പോ എത്ര അല്ല ഇപ്പൊ എല്ലാവരുടെയും ഇതൊക്കെ കൂടിയിട്ട് 22,000 റുപ്യ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇപ്പൊ ഇൻഷുറൻസ് കായൊക്കെ കിട്ടണല്ലേ. എത്ര കിട്ടും ഇത് കായ്? ഒന്നും പറഞ്ഞില്ല, ഇതൊക്കെ ആയിട്ട് ചെല്ലുന്നാ പറഞ്ഞത്. അതിനും കായ് കിട്ടല്ലേ. 2,000 റുപ്യ മതി. ഞാന് ഷർട്ട് മാറ്റിട്ട് വരാം. അല്ല ഇന്ന് സാർ അപ്പൊ അല്ല അത് അങ്ങനല്ല, അത് എന്റെ തരണ്ട. 2,000 ഉണ്ട്. അല്ല അതുകൊണ്ടല്ല, ഞാൻ കൈകൊണ്ട് മേടിക്കലില്ല. അതൊരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പൊ എന്തായാലും ഇറങ്ങാൻ നിക്ക. ഞാൻ ഒന്ന് ഷർട്ട് മാറ്റിട്ട് വരാം. അപ്പൊ നിങ്ങള് ആ പോക്കറ്റിൽ വെച്ചാൽ മതി. അല്ല എന്റെ ഷൂവിന്റെ ഉള്ളിൽ വെച്ചാൽ മതി. ഈ ഷൂവിലേക്ക് വെച്ചാൽ മതി കേട്ടോ. പോളിഷ് ചെയ്ത ഷൂ ആണ്, നല്ല ഒന്നാമത്തെ ഷൂ ആണ്. വെച്ചോ പരിസരത്ത് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള എത്ര ക്യാമറ വെക്കുന്നു പറയാൻ പറ്റില്ല. അതൊക്കെ മര്യാദയോടാണ്. അങ്ങനെ വേണ്ടാത്തതിന് കേട്ടല്ലോ. നമ്മളാരോടും അങ്ങനെ അല്ല പറയാനുള്ള ഒന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ വെച്ചാൽ മതി കേട്ടോ. എന്നാ ശരി. എന്നാ ഇത് പുതിയ പരിപാടിയാണല്ലോ. എന്നാ വെച്ചോളി, മറക്കണ്ട. നല്ല മനുഷ്യൻ, 10 പൈസ കൈകൊണ്ട് മേടിക്കില്ല. വെച്ചറിന്റെ സാറേ എവിടാ ബാ. ശരിയായി കിട്ടൂ. അത് തരും, പൈസ മേടിച്ച സ്ഥിതിക്ക് തരും. രമേശൻ സാർ അങ്ങനെ പറ്റിക്കൂല. ആ 2,000 ഉണ്ട്. എന്താ കുടുംബത്തുള്ള ആരും മരിച്ചാലേ ജീവിച്ചിരിക്കണവർക്കാ ചെലവ്. ഇപ്പൊ 2,000 പോയി പറ്റണേ. ഇതിപ്പോ പ്ലാവന്ന് വീണ് മരിച്ചോന്ന് വല്ല അറിയണോ? ബുള്ളറ്റ് വர்ற சத்தம் கேட்டுட்டும் கதவு திறக்காம இருக்கிறான் பாரு. தங்கச்சி தங்கச்சி மண்டோதரி தங்கச்சி அண்ணே கம்முனுறா. நீ அண்ணின்னு கூப்பிடுறது பார்த்தா பிச்சைக்கு வந்த மாதிரி இருக்குது. வட்டிக்கு கொடுத்த காசு வாங்குறதுக்கு வந்திருக்கேன். ஏம்மா கீழே பார்த்துட்டு இருக்கிற மூஞ்சல பாரு. ஆமா, சதாசிவம் இறந்த டைம்ல நான் இங்க வந்திருந்தோம். அந்த திறக்கு காரணம் எனக்கு தங்கச்சியை பார்க்க முடியல. சதாசிவம் மரிச்சப்ப கூட வந்திருந்தோம். புரிஞ்சுதா? நான் ஏன் வந்தது தெரியுமில்ல. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇപ്പൊ കാര്യങ്ങൾ എങ്ങനെ എന്തായി? 41ാമത്തെ ദിവസം അസ്ഥി കൊണ്ടുപോയി ഒഴുക്കണം. ഈ 41 അസ്ഥി കൊണ്ടേ ഒഴുക്കണതും ചടങ്ങ് നടത്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. സദാശിവം എന്റെ കയ്യിൽ നിന്ന് വട്ടിക്ക് പൈസ മേടിച്ചില്ലേ, അതെന്തായിന്ന്? കുറെ നാളായില്ലേ. പലിശ 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 ഏറി വലിയ കാസായിപ്പോ. இந்த புல்லட்ல தானா வர்றது. അതിന് എണ്ണ അടിച്ച കാശ് ഇപ്പൊ എത്രയായാലും തരുമോ? ഇനി ടൈം തരാൻ മുടിയാത്. എത്രയും പെട്ടെന്ന് കാശ് എനിക്ക് വേണം. കുറച്ചുകൂടി സാവകാശം വേണം. മരിച്ചുപോയ നിന്റെ സദാശിവനില്ലേ, അവന് ATM ഉണ്ടായിരുന്നോ? ATM കാർഡ് ഉണ്ടോന്ന്? ATM കാർഡ് ഉണ്ട്, പക്ഷെ അതിട്ട പൈസ കിട്ടൂലല്ലോ. അക്കൗണ്ടിൽ പൈസ ഇല്ല. സദാശിവന്റെ ബാങ്കിലെ അക്കൗണ്ടിലെ പൈസ ഇല്ലാന്ന് എനിക്കറിയും. അങ്ങനെ അവന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വട്ടിക്ക് പൈസ മേടിക്കില്ലല്ലോ. ഇതൊന്നും വേണ്ട, അല്ലാതെ വഴിയിருக்கு. സദാശിവൻ എങ്ങനെയാണ് മരിച്ചത്? രാവിലെ ചക്കയിടാൻ കയറി പ്ലാവിന്ന് വീണ് പോയത്. തെരിയും എല്ലാം എനിക്ക് തെരിയും. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ആക്സിഡന്റിലല്ലേ മരിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. ആക്സിഡന്റിൽ മരിച്ച ആൾക്ക് ATM കാർഡ് ഉണ്ടെങ്കിൽ അത് ATM കാർഡിന് 2 ലക്ഷം ഉറുപ്പ ഇൻഷൂർ കിട്ടും. മനസ്സിലായ? ATM കാർഡ് ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ കിട്ടുമെന്ന്. അതിന് ബാങ്കിലെ പൈസ ഒന്നും വേണ്ട, ATM കാർഡ് മാത്രം മതി. അല്ല, അതിന് അങ്ങേര് ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ല.
தங்கச்சி இன்சூரன்ஸ் எடுக்க வேண்டாம். ஏடிஎம் கார்டு இருந்தா 2 ലക്ഷം ഉറുപ്പിക ഇൻഷൂർ കിട്ടും. നമ്മുടെ വളവിലെ ഒരു മാധവനായിരില്ലേ, അവർ ബൈക്ക് ഇടിച്ചതാണ് മരിച്ചത്. അവരുടെ ബാങ്കിൽ അക്കൗണ്ട് ഒന്നുമില്ല, പക്ഷെ അവരുടെ ATM കാർഡ് ഉണ്ടായിരുന്നു. அந்த ATM കാർഡ് കൊണ്ടേ കൊടുത്തപ്പോ 2 ലക്ഷം ഉറുപ്പിക ഇൻഷൂർ കിട്ടി. 2 ലക്ഷവും കിട്ടും. അപ്പൊ ഞാൻ ഈ ATM കാർഡ് കൊണ്ടു ചെന്ന് ബാങ്കിൽ പറഞ്ഞാ മതിയാ അങ്ങനെ പ്ലാവിന്ന് വീണ് മരിച്ചു പോയെന്ന്? അത് അങ്ങനെ ചെന്ന് പറയല്ല, നമ്മൾ അവിടെ ചെന്നിട്ട് പറയണം, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആക്സിഡന്റിൽ മരിച്ചു, ഹസ്ബൻഡിന് ATM കാർഡ് ഉണ്ട്, അതിൽ ഇൻഷൂർ കിട്ടുന്നു കേട്ടു, അത് കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കണം. മനസ്സിലായ? ബാങ്കിന് അപേക്ഷയായിട്ട് പോണോന്ന്. അപ്പൊ അവര് പറയും ഇന്ന പേപ്പറൊക്കെ വേണോന്ന്. ആ പേപ്പറൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുത്താ 2 ലക്ഷം ഉറുപ്പിക ഇൻഷൂർ കിട്ടും. അപ്പൊ ഞാൻ പോവാ, പ്യാരിയണ്ണനെയും കൂട്ടി പോവാ. പ്യാരിയണ്ണനോ ദൊരണ്ണനോ ആരെനാലും കൂട്ടിയിട്ട് പോയിട്ട് இந்த കാര്യം പറയേ. 2 ലക്ഷം ഉറുപ്പിക കിട്ടിയാ എന്നെ വിളിക്കണം, എന്നിട്ട് ആ കാശ് എനിക്ക് തരണം. ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, അതാണ് എനിക്ക് വേറെ റോൾ ചെയ്യണം. കാശ് കിട്ടിയ അപ്പൊ വിളിക്കണം. കാശ് കിട്ടിയാ വിളിക്കണം. പോവാ. സ്റ്റാർട്ട് പണ്ണു. ആരടാ മുതലാളി? ഞാൻ തന്നെ മുതലാളി. നീ ഓട്ടണ വണ്ടി. போலாம். ஐ அது பண்ணிட்டல? தம்பி பண்ணிட்டே. இல்லடா. 3 மாசமா நீ வண்டி தரல, முதல்ல தரல, நீ விட மாட்டேடா. விட வண்டி விடுடா. நிக்கடா. இல்லடா. நீ எங்க திரும்பி போறடா? வண்டி திருக்க முடியல. வண்டி. போடுங்க. இல்லடா. வண்டி. இல்லடா. സാറേ എന്താ? അതേ, അളിയൻ പ്ലാവേന്ന് വീണ് മരിച്ചായിരുന്നേ. പ്ലാവേന്ന് വീണ് മരിച്ച്. അതിന് ഞാനെന്ത് വേണം? അല്ല സാറേ, ഈ ATM ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായ അളിയനെ, അപ്പൊ പ്ലാവേന്ന് വീണ് കുഞ്ചോടി ഞാൻ മരിച്ചത്. അപ്പൊ അതിന്റെ പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് 2 ലക്ഷം രൂപ. ഈ ATM-ന്റെ ഇൻഷുറൻസ് എന്താ ഒന്നുകൂടെ പറഞ്ഞു? ATM-ന്റെ ATM ഉണ്ട്, അതിന്റെ ഇൻഷുറൻസ് അത് മേടിക്കാൻ വന്നാണ് താ. ഇൻഷുറൻസ് ഇവിടെ അതിന് പൈസ കൊടുക്കാറില്ല, അതിന് ആ കൗണ്ടറിൽ പോണം എന്റെ പെങ്ങളെ. അവിടെയാണോ? ഇത് ഇവിടുത്തെ സീനിയർ മോസ്റ്റ് എംപ്ലോയിയാ. അത് ശരി, അവിടെ ചോദിക്കണം. ഇതിപ്പോ ഇതുപോലത്തെ ഒരെണ്ണം കൂടി തന്നാ ഇതിനകത്ത് കൈയിടരുത്. നിങ്ങൾ ഇൻഷുറൻസ് വാങ്ങിക്കാനാണെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ നിന്ന് ചെക്ക് മേടിച്ചിട്ട് ഇവിടെ തരണോ? അല്ലേ, വേണ്ട, അവിടെ എല്ലാം പറയും. ശരി പെങ്ങളെ, ഞാൻ ഇതൊന്ന് എണ്ണി തീർത്തോട്ടെ. അവിടെയാണല്ലേ? അരേ, പുതിയ അക്കൗണ്ടുകാർക്കെല്ലാം സാർ അതെല്ലാം അയച്ചിട്ടുണ്ട്. ഒരു 2 പേരുടെ പെൻഡിങ് ഉണ്ട്. അല്ല, എല്ലാ പേപ്പറും കിട്ടിട്ട് കൊടുത്താൽ മതി. ഓക്കെ. സാറേ, എന്റെ കെട്ടിയോൻ മരിച്ചു, അതിന്റെ പൈസ മേടിക്കാൻ വന്നു. കെട്ടിയന്മാര് മരിക്കുന്നവർക്കെല്ലാം ബാങ്ക് പൈസ കൊടുക്കാൻ നിന്നാ പിന്നെ ബാങ്ക് പിടിച്ചു പോകും കേട്ടോ. അല്ല, അങ്ങനെയല്ല, പിന്നെ ചേട്ടന് ഇവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, ATM കാർഡൊക്കെ ഉണ്ട്. അല്ല, ഈ മരണം എങ്ങനെ മരിച്ച? പ്ലാവിന്ന് വീണു. അയ്യോ, വീഴാൻ കാരണം? അതെ, മുറ്റത്തൊരു ഭരിക്കപ്ലാവ് ഉണ്ട്, അത് ചക്ക 3-4 ഉണ്ടായിട്ട് പഴുത്ത് നിൽക്കുകയായിരുന്നു. തേൻ വരിക്കാണ്? തേൻ വരിക്ക. അയ്യോ, തേൻ വരിക്ക എത്ര നാളായി കിട്ടിട്ട് അറിയാം. ചക്ക നല്ലതാണ്, പ്രത്യേകിച്ച് ഷുഗറുകാർക്ക് കേട്ടാ. ഹരി, മുടി വളരാനൊക്കെ ചക്ക നല്ലതാണ്. വേണ്ട, ഈ ചക്ക പുഴുക്കുണ്ടല്ലോ, ചക്ക പുഴുങ്ങിയത്, ചക്ക പായസം, അതൊക്കെ വെച്ചാട്ടല്ലോ എന്ത് ടേസ്റ്റ്. ഒരു ചക്ക കൊണ്ടുവരുമോ? ചക്ക ഞാൻ പറയട്ടെ? ചക്ക ഇല്ലാന്ന് പറയാനാണെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി. ചക്ക അങ്ങനെ ചക്ക. അപ്പൊ ഈ ചക്ക പഴുത്ത് കിടക്കുമ്പോഴേ അണ്ണാൻ വന്ന് കൊത്തി. ആ അണ്ണാനെ ഓടിക്കാൻ വേണ്ടി എന്റെ ചേട്ടൻ പ്ലാവിൽ കയറിയതാണ്. ചേട്ടൻ പ്ലാവിലെത്തിയപ്പോഴേക്കും അണ്ണാന്റെ പാട്ടിന് പോയി. പുള്ളി ചവിട്ടിയ കൊമ്പ് ഒടിഞ്ഞിട്ട് കുഞ്ചിയും കുത്തി വീണ് പെടലും ഒടിഞ്ഞാ ചത്തത്.
എന്തൊരു ദുഷ്ടനാണ് നിങ്ങളെ ഭർത്താവ്. ഒരു മിണ്ടാപ്രാണി, അതിന് വിശന്നപ്പോ അത് 2 ചക്ക തിന്നാൻ കയറിയപ്പോ അതിന് പോലും സമ്മതിക്കില്ല. ഇത് അണ്ണാശാപമാണ് കേട്ടോ, അണ്ണാശാപം. അങ്ങനെ വീണതാണത്, അല്ലാതെ ഞാൻ പറയുള്ളൂ. സാറേ ആ ശാപത്തിന്റെ 2 ലക്ഷം രൂപ പെങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു ബാങ്കിൽ നിന്ന്. ഏത് വകുപ്പില്? ഈ ATM കാർഡിന്റെ ഇല്ലേ ഇൻഷുറൻസ്. അപ്പൊ അതാണ് അല്ലേ. ഈ ഭർത്താവിന്റെ പേരിലുള്ള സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകൾ ഉണ്ട്, പാസ്ബുക്ക് ഉണ്ട്. പാസ്ബുക്ക് ഉണ്ട്. പുള്ളി ഒരു പാചക തൊഴിലാളിയായിരുന്നു സാറേ. മരത്തിന്റെ കൊണ്ട് പാചകം ചെയ്യാൻ കയറി? ഇല്ല, നല്ല പേരുള്ള പാചകക്കാരനാണ്. ആഹാ, എന്തെങ്കിലും ഉണ്ടോ സാറേ? ഉണ്ട്. പേരും ഉണ്ട്, അഡ്രസ്സും ഉണ്ട്, അക്കൗണ്ട് നമ്പറും ഉണ്ട്. ബാക്കിയെല്ലാം ശൂന്യം. ഇനിയൊന്നും എടുക്കില്ല കേട്ടാ. സാർ അത് പുള്ളി കുറെ നാളായിട്ട് ഉപയോഗിക്കണില്ലല്ലോ. അതെ, പാസ്ബുക്ക് പൂത്തിരുന്നട്ടപ്പോ എനിക്ക് മനസ്സിലായി. അല്ല സാറേ, ഞങ്ങള് വന്നതേ ഈ ATM കാർഡിന്റെ ഒരു ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഇൻഷുറൻസ്. അത് 2 ലക്ഷം കിട്ടുമെന്ന് അണ്ണാച്ചി പറഞ്ഞായിരുന്നു. അണ്ണാച്ചി ഏത് ബാങ്കിലല്ല, ചൊവ്വാഴ്ചക്കാരനായി വീട്ടില് പലിശക്ക്. ഇത് കിട്ടിയിട്ട് വേണം അയാൾക്ക് കൊടുക്കാൻ. അതെ, ഇൻഷുറൻസ് കിട്ടും. പക്ഷെ അതിന് നിങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് തരേണ്ടി വരും. അത് തരാം സാറേ, ചക്ക കൊണ്ടുവന്ന് തരാം. ചക്ക എനിക്ക് തരണം, അത് എനിക്ക്. ഇത് ബാങ്കിന് കൊടുക്കാൻ കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് ഡോക്യുമെന്റ്സ്, പേപ്പേഴ്സ്, അത് കൊണ്ടുവരണം. അപ്പൊ അതായത് നമ്മുടെ ഈ FIR-ന്റെ കോപ്പി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പിന്നെ ഈ ആംബുലൻസ് കൊണ്ടുപോയില്ലേ, ആംബുലൻസ് ഡ്രൈവർ സൈൻ ചെയ്ത ഒരു വൗച്ചർ വേണം, പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം, ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നിങ്ങൾ ഭാര്യയാണ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നമ്മുടെ ATM കാർഡ് വേണം. ഇതെല്ലാം കൂടി ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് തരുമ്പോൾ ഞാനത് മാനേജർക്ക് കൊടുക്കുന്നു, മാനേജർ നിങ്ങൾക്ക് പൈസ തരുന്നു കേട്ടാ. അപ്പൊ ഇപ്പൊ ATM കാർഡ് കയ്യിലുണ്ട്, ബാക്കിയുള്ള പേപ്പറൊക്കെ ഒന്ന് സാർ കുറിച്ച്. അല്ല, ഈ അളിയൻ വേറെ ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവോ? ഇല്ല, പ്രശ്നമാണ്. കാരണം ഇതിന്റെ അത് പിടിച്ചിട്ടേ തരുള്ളൂ. ഇല്ല, ലോണില്ല. ഇല്ല, പുള്ളിക്ക് തിരിച്ചടക്കണത് കല്യാണ്, അതുകൊണ്ട് ലോൺ എടുക്കാറില്ല. ഇല്ല അളിയൻ. അപ്പോ സംഭവങ്ങളൊക്കെ ആയിട്ട് വരിക. ശരി സാർ. മാനേജർ കൊടുക്കുക, പൈസ വാങ്ങിക്കുക, പോവാ. സാർ അതൊന്ന് തരാം. അല്ല സാർ, അതൊന്നും കൂടി എഴുതി തന്നാലേ, അല്ലെങ്കിൽ അണ്ണൻ മറന്നു പോകും. അതല്ലേ, അണ്ണ ഞാൻ എഴുതിത്തരാം. ഇത്ര സംഭവം. ശരി സാറേ, കൊണ്ടുവരാം. ചക്ക മറക്കണ്ട. ഇല്ല, ചെക്ക് തരുമ്പോഴേക്കും ചക്ക എത്തിക്കാം. ചെക്ക് വരും, ചക്ക തരും. സാറേ ഓക്കെ ആയിട്ടുണ്ട് അല്ലേ? എണ്ണിക്കോ നമുക്കുള്ളത്. തേങ്ങ വരികയല്ല അരി സാറേ, തേൻ വരികയാണ്. അതിന്റെ മടലുണ്ടല്ലോ, മടല്, ചക്കയുടെ മടല്, ആ മുള്ളുള്ളത്, അത് ഈ തലയിൽ ഇങ്ങനെ ഉറച്ചാൽ മുടി വളർച്ചയ്ക്ക് നല്ലതെന്ന് പറഞ്ഞു. ചെയ്തു നോക്കണം കേട്ടാ. ട്രൈ ചെയ്യാ, ചക്ക കിട്ടിയ ട്രൈ ചെയ്യാ. ചക്ക അതായി കൊണ്ടുവരുമ്പോ ഞാൻ അത് നിനക്ക് തരാം. സാറ് കിട്ടിക്കഴിഞ്ഞാൽ തന്നാ മതി. കൊണ്ടുവരായിരിക്കില്ല അവര്. കൊണ്ടുവരട്ടെ, തരാം. മടല് ചക്ക ചോദിക്കരുത്, തരൂല. ചക്ക ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഇലക്കകത്ത് നിന്ന് ഇങ്ങനെ ചൂടോടെ അന്ന് വന്ന ആംബുലൻസ് ഡ്രൈവറെ കണ്ട അറിയാമോ? ആളെ എനിക്കറിയാന്ന്, എനിക്കറിയാം. ഒരു 10-200 രൂപ എന്നോട് കൂടുതൽ വാങ്ങിയതാണ്. ഞാൻ പിന്നെ ആ വ്യസനത്തിൽ പോട്ടേന്ന് വെച്ച് തർക്കിക്കാൻ നിന്നില്ല. അതേനാ പറഞ്ഞോ ചേട്ടാ. നമസ്കാരം. ബോഡിയാണോ അല്ല രോഗിയാണോ, ഏത് ഹോസ്പിറ്റലിലേക്കാണ് ഇവിടുന്ന് കൊണ്ടോണ്ട്? യൂണിറ്റി, KHM പറഞ്ഞോ. ഓട്ടം പോവാനല്ല. കേറിക്കോ. ഇല്ല, അതെ, ഒരു സഹായം ചെയ്യണം. ഒന്നുമില്ല. അന്ന് പൈസ അല്ല, അന്ന് അളിയൻ മരിച്ചപ്പ ഈ വണ്ടിയിൽ ചേട്ടനല്ല ബോഡി ഉണ്ടെന്നത് ഓർക്കണ്ട. അന്ന് കൊണ്ടുപോകുമ്പോ ബൈക്കിന്ന് വിശക്കുന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ നിങ്ങളാ? അതല്ല പ്ലാവിന്റെ മുകളിൽ നിന്ന് വീണിട്ട് മരിച്ചു. ഉൾക്കും ചതവായി ഞാൻ വൃത്തിയായിട്ട് കൊണ്ടുപോയിട്ടേ. ഇല്ല, അതെ, കുഴപ്പമുണ്ടായിട്ടല്ല. ഇപ്പൊ ഇതിനെ എന്നോട് 900 രൂപ വാങ്ങിയിരുന്നല്ല. അപ്പൊ നിങ്ങളുടെ വണ്ടി നമ്പറും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് ഒരു വൗച്ചർ എഴുതി തരണം. ഒരു മനസാക്ഷി വേണം സുഹൃത്തെ, ഒരു മനസാക്ഷി വേണം. ഒരു 200 രൂപ അധികം മേടിച്ചിനാ, കുണ്ടും കുഴിയിലെ റോഡിലാണ് ഞാൻ ബോഡി കൊണ്ടത്. ഒരു ബുദ്ധിമുട്ടാക്കിയിട്ടാ ബോഡിക്ക്. ആ ബോഡിക്ക് എന്തെങ്കിലും പറ്റീനാ? ഒന്നും പറ്റിട്ടാ. RTO ഒക്കെ എന്റെ പേരിൽ പരാതി കൊടുക്കാൻ വേണ്ടി. അയ്യോ, പരാതി കൊടുക്കാനല്ല. പിന്നെ അതെ, ഒരു പെങ്ങളാണ്. അപ്പൊ അളിയൻ മരിച്ചതിന്റെ പേരിൽ ATM-ന്റെ ഒരു ചെറിയ ഇൻഷുറൻസ് തുക കിട്ടും. അത് ഞാൻ എന്ത് ചെയ്യേണ്ടത്? അപ്പൊ ചേട്ടന്റെ വണ്ടിയിലാണ് ഈ ബോഡി കൊണ്ടുപോയെന്നുള്ളൊരു വൗച്ചർ. എന്റെ പേരിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമോ? ഒന്നുമില്ല. മരണപ്പെട്ട സദാശിവന്റെ ബോഡി ഇത്രാം തീയതി ഈ നമ്പർ വണ്ടിയിൽ
എത്തിച്ചെന്നും പറഞ്ഞിട്ട് ചേട്ടന്റെ പേരും അഡ്രസ്സും ആ വാങ്ങിയ തുക എഴുതിയിട്ട് ഒരു വൗച്ചർ ഒന്ന് ഒപ്പിട്ട് തന്നു വെച്ചാൽ മതി. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തുതരാം. വൗച്ചർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടാ, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ സദാശിവന് ഇതിൽ പ്രശ്നം ഉണ്ടാവുമോ? സദാശിവൻ അളിയൻ മരിച്ചു പോയല്ല. ഓ, സദാശിവൻ മരിച്ചു പോയല്ലോ, പിന്നെ നിങ്ങൾക്കും പ്രശ്നമില്ല എനക്കും പ്രശ്നമില്ല. എനക്കെന്താ പ്രശ്നം? നമുക്ക് ചെയ്തു തരാനോ? ഡിപ്പാർട്ട്മെന്റ് തന്ന ഒന്നാം തരം സൂ ഉണ്ടായിരുന്നു. കള്ള നായ്ക്കള് കാട്ടിച്ചങ്ങട് പൊളിച്ച്. തെരുവട്ടികളെ കൊല്ലണേന് എതിര് നിന്നൊരാളാ ഞാന്. ഒക്കേനും കൊല്ലണ പൊക്ക് തോന്നുന്നു എന്റെ ആ സൂ അടിച്ചു പൊളിച്ചിട്ട്. കേട്ടാല് ഓനെ അന്നെ ഞാൻ പട്ടിക്കിട്ടുള്ളൂ. ഇപ്പൊ വെറുതെ പട്ടിയുടെ കടി ഈ കൊള്ളണ്ട, ഇന്നെ ചീത്ത ഏൽപ്പിക്കരുത് കേട്ടോ. ആ അല്ല, ഞാനിപ്പോ ഷൂ പോളിഷ് ചെയ്യുന്ന ആളാ ഞാൻ. നമസ്കാരം സാർ. നമസ്കാരം. കോയ സാർ? അതെ, കോയാണ്. ആ ചവറ സ്റ്റേഷനിലെ രമേശൻ സാറ് പറഞ്ഞിട്ടാ പറഞ്ഞത്, പാരിജാതൻ. ആ ശരി. ഓ, എന്തായിരുന്നു കാരണം? അത് പെങ്ങളുടെ ഹസ്ബൻഡ് പ്ലാവിന്ന് വീണ് കുഞ്ചോടിഞ്ഞ് മരിച്ചായിരുന്നേ. അപ്പൊ FIR-ന്റെ കോപ്പി FIR-ന്റെ കോപ്പി വേണം അതിന് അല്ലേ? അതിന് ആയിക്കോട്ടെ. ഇത് മരണത്തിൽ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? സംശയം ഉണ്ടായിട്ടല്ല, ഈ ATM-ന്റെ ഇൻഷുറൻസ് പൈസ ബാങ്കിൽ നിന്ന് കിട്ടണമെങ്കിൽ അത് വേണം. FIR-ന്റെ കോപ്പി അത് വേണ്ടി വരും. പിന്നെ അങ്ങനെ സംശയത്തിന്റെ കാര്യമില്ല സാറേ. അളിയൻ പ്ലാവയിലേക്ക് കയറണതും അവിടുന്ന് വീണ് കുഞ്ചോടിഞ്ഞ് മരിക്കണതും പെങ്ങള് കണ്ടിരിക്കുകയാണ്. അതുമെല്ലാം 4-5 ദിവസം കഴിഞ്ഞപ്പോ അയൽവക്കക്കാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ച് നമ്മള് ഇഡ്ഡലിയും സാമ്പാറും വേറെ നിറച്ച് കൊടുത്ത് ഞാലിപ്പൂവും പഴമൊക്കെ കൊടുത്ത് സന്തോഷമായിട്ടാ പിരിഞ്ഞത്. ആശയായല്ലോ, കുഴപ്പമൊന്നുമില്ല. ഒറ്റക്ക് കണ്ടു പറഞ്ഞിട്ട് അത് നന്നായി. അതിപ്പോ എന്തായാലും FIR ഇപ്പൊ അത് തയ്യാറാക്കുമ്പോഴേ അത് എഴുതണ റൈറ്ററാണ് എഴുതണതേ. അതിന് നമ്മളൊരു അപേക്ഷ എഴുതി കൊടുത്താ പോരെ? മതി. മൂപ്പർക്ക് എഴുതുമ്പോ അതിന്റെ ഒരു ചെറിയ ഒരു പേനയില്ലേ, ഭാഷയുള്ള ഒരു അതിന്റെ ഒരു ചെലവ് എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. അത് എന്താന്ന് വെച്ചാൽ ചെയ്യാ സാറേ, ന്യായമായിട്ട് ചെയ്യാതെ. അതാ ഞാൻ പറഞ്ഞു, അവർ 500 രൂപ 10-500 രൂപ കൊടുത്താൽ അപ്പൊ അതങ്ങനെ ചെയ്യാ. പിന്നെ ഇപ്പൊ അത് ഒപ്പിടേണ്ട SI ഒപ്പിടണം. ഇപ്പൊ വേണമെങ്കിലേ ഇവിടെ വീട് മൂപ്പരെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും പോയിട്ടേ മൂപ്പരുടെ ഭാര്യയുടെ അടുത്ത് ഒരു 500 രൂപ കൊടുത്താൽ. അല്ല, രമേശൻ സാറ് പറഞ്ഞ് അത് SI ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, കോയ സാർ അത് ക്ലിയർ ചെയ്ത് തരുമെന്നാ രമേശൻ സാറ് പറഞ്ഞത്. അല്ല, ഞാൻ ക്ലിയർ അത് കുഴപ്പമൊന്നുമില്ല. എന്റെ തന്നെ തരണമെന്നില്ല എന്ന് പറഞ്ഞാണ് ഞാൻ. അങ്ങനെ വിശ്വാസക്കേടില്ല. ആയിക്കോട്ടെ. പിന്നെ ഇപ്പൊ അത് ഒരു സാറ് ഇപ്പൊ ആ പേപ്പർ അങ്ങോട്ടും കൂടെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കലും പിടിക്കലൊക്കെ ആയിട്ടൊരു 100-100 രൂപ ഓർക്കും ചെലവ് വരും. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതൊക്കെ നിനക്കിട്ട് കൊണ്ടുവെക്കല്ലേ. കോയ സാറേ, നമ്മള് ബാക്കി പറഞ്ഞ എല്ലാ പേപ്പേഴ്സും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇതും കൂടി ഒന്ന് കിട്ടിയാൽ നമുക്ക് ബാങ്കിൽ അത് സബ്മിറ്റ് ചെയ്യായിരുന്നു. ആയിക്കോട്ടെ. അതിപ്പോ എത്ര വേണം? അല്ല, ഇപ്പൊ എല്ലാവരുടെയും ഇതൊക്കെ കൂടിയിട്ട് 22,000 രൂപ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇപ്പൊ ഇൻഷുറൻസ് കായൊക്കെ കിട്ടണല്ലേ. എത്ര കിട്ടും കായ്? ഒന്നും പറഞ്ഞില്ല, ഇതൊക്കെ ആയിട്ട് ചെല്ലുന്നാ പറഞ്ഞത്. അതിനും കായ് കിട്ടല്ലേ. 2,000 രൂപ മതി. ഞാന് ഷർട്ട് മാറ്റിട്ട് വരാം. അല്ല ഇന്ന് സാർ അല്ല, അത് അങ്ങനല്ല, അത് എന്റെ തരണ്ട. 2,000 ഉണ്ട്. അല്ല, അതുകൊണ്ടല്ല. ഞാൻ കൈകൊണ്ട് മേടിക്കലില്ല. അതൊരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പൊ എന്തായാലും ഇറങ്ങാൻ നിക്ക. ഞാൻ ഒന്ന് ഷർട്ട് മാറ്റിട്ട് വരാം. അപ്പൊ നിങ്ങള് ആ പോക്കറ്റിൽ വെച്ചാൽ മതി. അല്ല, എന്റെ ഷൂവിന്റെ ഉള്ളിൽ വെച്ചാൽ മതി. ഈ ഷൂവിലേക്ക് വെച്ചാൽ മതി കേട്ടോ. പോളിഷ് ചെയ്ത ഷൂ ആണ്, നല്ല ഒന്നാമത്തെ ഷൂ ആണ്. വെച്ചോ, പരിസരത്ത് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള എത്ര ക്യാമറ വെക്കുന്നു പറയാൻ പറ്റില്ല. അതൊക്കെ മര്യാദയോടാണ്. അങ്ങനെ വേണ്ടാത്തതിന് കേട്ടല്ലോ. നമ്മളാരോടും അങ്ങനെ അല്ല, പറയാനുള്ള ഒന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ വെച്ചാൽ മതി കേട്ടോ. എന്നാ ശരി. എന്നാ ഇത് പുതിയ പരിപാടിയാണല്ലോ. എന്നാ വെച്ചോളി, മറക്കണ്ട. നല്ല മനുഷ്യൻ, 10 പൈസ കൈകൊണ്ട് മേടിക്കില്ല. വെച്ചറിന്റെ സാറേ എവിടാ? ബാ, ശരിയായി കിട്ടൂ. അത് തരും, പൈസ മേടിച്ച സ്ഥിതിക്ക് തരും. രമേശൻ സാർ അങ്ങനെ പറ്റിക്കൂല.
2000 ഉണ്ട്. എന്താ കുടുംബത്തിലുള്ള ആരും മരിച്ചാലേ ജീവിച്ചിരിക്കണവർക്കാ ചെലവ്. ഇപ്പൊ 2000 പോയി പറ്റണേ. ഇതിപ്പോ പ്ലാവെന്ന് വീണ് മരിച്ചോന്ന് വല്ല അറിയണം.